ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ചെല്ലുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഗ്ലാസ്സിൽ ചെറിയൊരു ചായയുണ്ട്. നല്ല ടേസ്റ്റും സ്മെല്ലും ഒക്കെയുള്ള നല്ലൊരു ചായ. ആ ചായയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ടേസ്റ്റി ചായയുടെ കൂട്ടിനെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പെഷ്യൽ പൊടി ഇടുന്നതാണ്, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ചായപ്പൊടി ഇടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ 100% കൃത്യമായിട്ട് ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ പാല് തിളപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, സാധാരണ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ, നമ്മുടെ സാധാരണ ചായക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചെടുത്ത് പൊടിയിട്ടതിനെല്ലാം ശേഷമാണ് ഈ കൂട്ടുകൾ ചേർക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് വഴിയേ കാണാം. ആദ്യമായിട്ട് നമുക്ക് പാല് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലെല്ലാം തിളച്ച് പൊങ്ങി നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 3 ഗ്ലാസ് ചായക്കുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഒരു സ്പൂണ് നല്ല ചായപ്പൊടി കൂട്ട് ഇട്ട് കൊടുക്കുക. ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. കുറച്ച് നേരം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ കൂട്ടിട്ട് കൊടുക്കുന്നത്. ആ തിളയ്ക്കകത്തോട്ടാണ് നമ്മൾ ആദ്യത്തെ കൂട്ടിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം തിളയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമും ഒക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നു. ഇനി നമുക്ക് ആദ്യത്തെ കൂട്ടെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ തിളയിലേക്കാണ് ആദ്യത്തെ കൂട്ടിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ കൂട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ഏലക്ക, കൂടിപ്പോകരുത്. നല്ല ഏലക്കക്കൂട്ട് ഒരു 4 ഏലക്ക. അതുപോലെ തന്നെ നല്ല ഗ്രാമ്പു ഒക്കെ കഴുകിയെടുത്തത് ഒരു 4 ഗ്രാമ്പു. ഇടിച്ചിടുകയോ ചതച്ചിടുകയോ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതും ഒന്ന് തിളയ്ക്കാൻ വെക്കുക. ചായപ്പൊടിയും ഈ ഗ്രാമ്പുവും ഏലക്കയും തിളച്ച് അതിൻ്റെ സത്തും കൂടെ അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ വെക്കുന്നത്. അപ്പോഴേക്കും ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ സത്തൊക്കെ ഇറങ്ങും. അതിനുശേഷമാണ് മെയിൻ കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ സത്ത് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ സത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ചായക്ക് നല്ല ഒരു സ്മെല്ല് വരും. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ആ സ്മെല്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ബിസ്ക്കറ്റാണ്. പാർലേജിയുടെ ഒരു സാധാരണ ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കൂട്ട് ഒരു 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ചായക്ക് വേണ്ടിയിട്ട് 3 എണ്ണമാണ് ഇടുന്നത്. അത് പൊട്ടിച്ചോ പൊട്ടിക്കാതെയോ എങ്ങനെ വേണേലും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് തിളയ്ക്കാൻ വെക്കുക. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് ശരിക്ക് നമ്മുടെ കർണാടകത്തിലുള്ള കന്നഡക്കാർ, ബേക്കറിക്കാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഇത് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ചായയൊക്കെ കിട്ടും. എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ചായ കൊടുക്കാൻ നല്ലതായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒന്ന് അലുത്ത് അതിനകത്തോട്ട് ഇറങ്ങി ചായ നല്ല കട്ടിയാവുകയും ആ ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ സത്ത് ഇറങ്ങി ഒരു ടേസ്റ്റും കട്ടിയും എല്ലാ കാര്യങ്ങളും ആകും. ഇപ്പോൾ 2 മിനിറ്റ് കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റെല്ലാം നല്ല പോലെ ചായക്കകത്തോട്ട് അലിയുകയും ഇതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങി ചായക്ക് നല്ല കട്ടിയാവുകയും ചെയ്യും. കട്ടിയായതിന് ശേഷം ഇപ്പോൾ തിളപ്പിച്ചെടുത്ത് ഒരു 2 മിനിറ്റ് പുറത്തെടുത്ത് വെക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ട് പുറത്തെടുത്ത് വെക്കുക. അതിനുശേഷം മാത്രം അരിപ്പയിൽ നല്ല പോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് കപ്പിലോട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഗ്ലാസ്സിലോട്ട് ഊറ്റുക. കാരണം തിക്നെസ്സായിട്ടായിരിക്കും ഇരിക്കുന്നത്. ചായ നല്ല തിക്നെസ്സായിരിക്കും. അരിപ്പം എല്ലാം കൊട്ടി എടുത്ത് അതിനകത്തുനിന്നുള്ളതെല്ലാം കുത്തി താഴേക്ക് ഇട്ടതിന് ശേഷം മാത്രം പൊടിയും കാര്യങ്ങളും മാത്രം എടുത്ത് കളയുക. ഇപ്പോൾ ഏകദേശം നല്ലപോലെ തിളച്ച് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ആ പൊങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര വിത്തൗട്ട് ഷുഗർ ഉപയോഗിക്കുന്നവർക്ക് വിത്തൗട്ട് ഉപയോഗിക്കാം. വിത്തൗട്ട് അല്ലാത്തവർക്ക് പഞ്ചസാര ആവശ്യമനുസരിച്ചിടാം. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്കറിയാം ഇച്ചിരി
പഞ്ചസാര കൂടുതലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പഞ്ചസാര ഇട്ടതിന് ശേഷവും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കി കഴിയുമ്പം പഞ്ചസാര അതിനകത്തോട്ട് ഒന്നും കൂടെ സെറ്റാവുകയും നല്ലപോലെ ഒരു ടേസ്റ്റ് ആവുകയും ചെയ്യും. കേരളത്തിലെ പോലെ വലിയ ഗ്ലാസ്സിലല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ചായ കിട്ടുന്നത്. ചെറിയ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ചായയാണ് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാലും നല്ല ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ അത്രയും ആണ് വാങ്ങി കുടിക്കുന്നത്. അല്ലാതെ 2 ചായയൊന്നും കുടിക്കില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ആൾക്കാർ കുടിക്കുമ്പം ഇതെപ്പോൾ കുടിച്ച് തീർക്കും എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം അവർക്ക് കാണുമ്പോൾ തന്നെ പേടി, ഇത്ര വലിയ ഗ്ലാസ്സിലാണോ ചായ കൊടുക്കുന്നതൊക്കെ. കാരണം ഈ ചായ കുടിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് എന്തൊരു ചായയാണിത്, നിങ്ങൾ ഒക്കെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ അടുത്തോട്ട് പോവാ, ഞങ്ങൾ ചായ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ ചായയെല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. സ്റ്റീൽ കപ്പിലേക്ക് എടുത്തിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് ഒഴിക്കുക. അതിന് ശേഷം സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ അതിനകത്തുള്ള പൊടികളെല്ലാം നല്ലപോലെ ഇറക്കി വിടുക, കുത്തി ഇറക്കി വിടുക. അല്ലെങ്കിൽ അത് ശരിക്കും വീഴില്ല. കാരണം ചായക്ക് അത്ര കട്ടിയുണ്ട്. നമ്മുടെ കടകളിൽ കിട്ടുന്ന ചായ പോലെ ലൂസായിട്ടുള്ള ചായയല്ല, നല്ലപോലെ കട്ടിയായിട്ടുള്ള ചായയാണ്. അപ്പം ഇത് നമുക്ക് ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 5 ഗ്ലാസ്സിലെടുക്കാനുള്ള ചായയുണ്ട് ഈ 1.5 ഗ്ലാസ് പാല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പം ഇച്ചിരി ക്വാളിറ്റിയുള്ള ചായപ്പൊടിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ചായപ്പൊടിയിലൊക്കെ ഒരുപാട് വിഷവും പെയിൻറ്റും കാര്യങ്ങളുമൊക്കെ അടിച്ചിട്ടാണ് പല പായ്ക്കുകളും വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല ചായപ്പൊടിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല ബ്രാൻഡുകൾ മാത്രം വാങ്ങുക. ഒരുപക്ഷെ വിഷാംശത്തിൻ്റെ അളവൊക്കെ വെച്ച് നോക്കുമ്പം ഇതിലും എല്ലാം സേഫ്റ്റി കാപ്പി തന്നെയാണോ എന്ന് സംശയമുണ്ട്. കാപ്പിക്കകത്ത് വിഷമടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പ്യുവർ കാപ്പി കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാപ്പിയായിരിക്കും. കാപ്പി ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് കാപ്പി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരുപക്ഷെ നമ്മളിവിടെ ചെറിയ ഗ്ലാസ്സിൽ ചെറിയ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പം ഒരുപക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ചെറിയ ഗ്ലാസ്സിൽ നല്ല മഹാരാഷ്ട്രക്കാരൊക്കെ വന്നിട്ട് നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് നല്ല പോലെ ആൾ വരുന്നുമുണ്ട്. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല തിരക്കുമുണ്ട്. ഇപ്പോൾ ചായയൊക്കെ റെഡിയായി നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഊറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഈ കർണാടകത്തിലുള്ള ചായയുടെ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ. ഗുഡ് ലക്ക് എവരിബഡി. ഇതാണ് ആ ചായ. അപ്പോൾ ഇത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം.